ഈ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ നിങ്ങൾ പല കാറിൻ്റെ റീൽസിനകത്ത് ഇങ്ങനെ കണ്ടും കാറിൻ്റെ ലോഗോ ഇങ്ങനെ കറങ്ങി വരുന്നത്. സോ അതുപോലൊരു വീഡിയോ ആണ് ഇത്. ഇപ്പോൾ ഞാനിത് സ്മാർട്ട് ഫോണിനകത്ത് ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഈ ഒരു എഡിറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാപ്കട്ടിനകത്തും അലൈൻ മോഷനകത്തുമാണ്. ഇപ്പോൾ ഈ അലൈൻ മോഷൻ എന്ന് പറയുന്നത് വാട്ടർമാർക്ക് ഉള്ളതാണ്. സോ ഇതിനകത്ത് എങ്ങനെ വാട്ടർമാർക്ക് ഒഴിവാക്കുക എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ 2 കാറിൻ്റെ ലോഗോ കാണിക്കുന്ന ഒരു വീഡിയോ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വീഡിയോ ആണ് ക്യാപ്കട്ടിനകത്ത് എഡിറ്റ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഒന്ന് കാറിൻ്റെ ഉള്ളിനകത്തുനിന്ന് സ്റ്റിയറിങ്ങിനകത്തുള്ള ഒരു ലോഗോ, അതുപോലെ പുറത്തുനിന്നുള്ള ആ ഒരു ലോഗോ അത് നമ്മൾ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ സ്റ്റിയറിംഗ് വന്ന് കറങ്ങി വന്ന് പുറത്തുള്ള ആ ഒരു ലോഗോ കാണിക്കുന്ന രീതിയിൽ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അങ്ങനെ നിങ്ങൾ 2 വീഡിയോ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ആദ്യത്തെ വീഡിയോൻ്റെ അവസാനം ഞെക്കിയിട്ട് അവിടെ നിങ്ങൾ ഫ്രീസ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഫോട്ടോ പോലെ കിട്ടുന്നതാണ്. എന്നിട്ട് ഫുൾ സ്ക്രീൻ ഇട്ടിട്ട് ആ ഫ്രീസിൻ്റെ ഭാഗത്തുനിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം ആ ഒരു വീഡിയോ എക്സ്പോർട്ടും ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റേസിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിനകത്ത് ആപ്പ് സ്റ്റോറിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ആ സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കാറിൻ്റെ ലോഗോ മാത്രം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കാണുന്ന വെബ്സൈറ്റിനകത്ത് പോയിട്ട് നിങ്ങൾ ആ ക്യാപ്കട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്ത സേവ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഫസ്റ്റത്തെ വീഡിയോ മാത്രം വരുന്ന രീതിയിൽ നിങ്ങൾ ട്രിം ചെയ്ത് കൊടുത്തിട്ട് ആ കാറിൻ്റെ ലോഗോ മാത്രം വരുന്ന രീതിയിൽ ബോക്സിനകത്താക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 3 വീഡിയോ ഉണ്ട്. ഒന്ന് നമ്മൾ ക്യാപ്കട്ടിനകത്ത് നിന്ന് ആ ഫ്രീസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത ആ ഒരു വീഡിയോ, രണ്ടാമത്തത് ആ ഒരു കാറിൻ്റെ ലോഗോ മാത്രം വരുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത ആ ഒരു ഫോട്ടോ, അതുപോലെ മൂന്നാമതായിട്ട് ആ ഒരു കാറ് ആ ലോഗോ ഒഴിവായിട്ടുള്ളത് വീഡിയോ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അലൈൻ മോഷനകത്താണ്. സോ ആദ്യം പറഞ്ഞ് ലാഗ് അടിക്കുന്നില്ല, ലെറ്റ്സ് ഗോ. അലൈൻ മോഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രോസസ്സ് നടക്കും. ഇത് നിങ്ങൾ 100% ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പെർമിഷൻസ് ഒക്കെ എലോ ചെയ്ത് കൊടുക്കുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട റേഷ്യോ സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ട റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണും. ഇപ്പോൾ നിങ്ങളിപ്പോൾ എടുത്തിട്ടുള്ള ലോഗോയുടെ കളറിൽ ഇല്ലാത്ത കളറായിരിക്കണം ഇതിലെടുക്കേണ്ടത്. കാരണം ലോഗോ ഇല്ലാത്ത കളർ വെച്ചിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ക്രോമാക്കി വെച്ചിട്ട് കട്ട് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ലോഗോവിനകത്ത് ചെറുതായിട്ട് ബ്ലൂയിഷ് കളറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഗ്രീനാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്ലൂ ഉണ്ട് ഗ്രീനും ഉണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കളർ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. അതിനുശേഷം പ്ലസ് ഐക്കനകത്ത് പോയിട്ട് ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷേപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ആക്കിയിട്ട് ഇവിടെ മൂന്നാമതായിട്ടൊരു ഓപ്ഷൻ കാണും ഇവിടെ, അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സൈസ് ഒന്ന് ഫുള്ളായി കൊടുക്കുക. ഇങ്ങനെ ഇത് നിങ്ങളുടെ കാറിൻ്റെ ലോഗോവിനകത്ത് ഇല്ലാത്ത കളർ ഏതാണോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ബ്ലൂവോ ഗ്രീനോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടി പ്ലസ് ഐക്കൺ ഞെക്കുക, മീഡിയ ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്തിട്ട് ക്യാപ്കട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ക്യാപ്കട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോ. ഇതിൽ ഒരു ഭാഗത്ത് നിന്ന് ഫ്രീസ് ആകുന്നുണ്ട്. ആ ഫ്രീസ് ആകുന്ന ഭാഗം നിങ്ങൾ കറക്റ്റ് കണ്ടുപിടിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് 2 വിരലുകൊണ്ട് ഇങ്ങനെ സൂം ചെയ്തിട്ടൊക്കെ പ്ലേ ചെയ്ത് കറക്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ 1:28 വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈം ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ ബുക്ക് മാർക്ക് സെലക്ട് ആയി. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എവിടെയാണുള്ളത് എന്നിട്ട് ഇവിടെ നിങ്ങൾ ആരോ മാർക്ക് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ആ പൊസിഷനിലേക്ക് വരുത്താൻ കഴിയുന്നതാണ്. അതിനുശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് വോളിയം ആ ഒരു സൗണ്ട് ഓപ്ഷൻ ഞെക്കിയിട്ട് വോളിയം കുറച്ച് കളയുക. നിങ്ങൾ പ്ലസ് ഐക്കൺ ഞെക്കിയിട്ട് നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത ആ ഒരു വീഡിയോ ആഡ് ചെയ്യുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഞെക്കിയിട്ട് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ഞെക്കിയിട്ട് ഇങ്ങനെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്ക് അടിച്ചിട്ട് ബ്ലെൻഡിങ്ങിൽ ഒപ്പാസിറ്റി ഒന്ന് ഒരു 50 താഴെ 25 മുകളിലും കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് പൊസിഷൻ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഈ ഒരു കേഴ്സർ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ഞെക്കിയിട്ട് ഇങ്ങനെ സൈസും അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റും ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇനി നിങ്ങളുടെ ലോഗോ കുറച്ച് ദൂരമാണല്ലോ എന്നെങ്കിൽ ഇവിടെ ഒരു സൂമിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ സാധാരണ ഫോട്ടോ സൂം ചെയ്യുന്ന പോലെ സൂം ചെയ്തിട്ട് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് ആ ഒരു ബ്ലെൻഡിങ് ഫുള്ളായി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ആ ഒരു ഫോട്ടോ ലെയറൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ സൂമിൻ്റെ ഓപ്ഷൻ ഗ്രീൻ കളറാണ് വരുന്നതെന്ന് കറക്റ്റ് വരുത്തുന്ന രീതിയിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പഴയ പോലെ ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആ ഒരു ഭാഗത്ത് വന്നിട്ട് നിങ്ങൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിനകത്ത് പോയിട്ട് അവിടെ നിങ്ങൾക്ക് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് താഴെ മൂന്നാമതായിട്ടുള്ള ഓപ്ഷൻ ഞെക്കിയിട്ട് അവിടെയും പ്ലസ് ഐക്കൺ ഞെക്കുക. അതിനുശേഷം ഇപ്പോൾ 1:28 അപ്പോൾ അതിനുശേഷം 2:28, അതായത് 1 സെക്കൻഡ് കൂടെ അങ്ങോട്ടേക്ക് ഇട്ട് നീക്കിയിട്ട് അവിടെയും നിങ്ങൾ പ്ലസ് ഐക്കൺ ഞെക്കുക. ഫസ്റ്റത്തെ ലെയറും ക്ലിക്ക് ചെയ്തിട്ട് അതും പ്ലസ് ഐക്കൺ ഞെക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളെന്ത് ഒന്നിങ്ങനെ പൊന്തുന്ന രീതിയിൽ ആനിമേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ഇങ്ങനെ പൊന്തി വരുന്ന രീതിയിൽ കിട്ടുന്നതാണ്. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് ഇഫക്ട്സിനകത്ത് പോയിട്ട് ആഡ് എഫക്റ്റ് നിൽക്കുക. എന്നിട്ട് 3Dനകത്ത് പോയിട്ട് ഫ്ലിപ്പ് ലെയർ എന്നിട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഈ ഒരു പ്ലസ് ഐക്കൺ ഇവിടെ ഞെക്കുക ആംഗിളിൻ്റെ ഭാഗത്ത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം സെലക്ട് ചെയ്ത് 2:28 അപ്പം 3:28 നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊന്നും അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. 3:28 നിങ്ങളിങ്ങനെ കൂട്ടിക്കൊടുത്തിട്ട് ഒരു 360 ഡിഗ്രിയിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ഫ്ലിപ്പായി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലിപ്പിംഗ് അത്ര പോരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ആക്സിസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, ഈ ആക്സിസ് നിങ്ങളിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ ചേഞ്ചസ് വരുത്തുന്നതാണ്. ഞാനിപ്പോൾ ഇത് പഴയ പോലെ തന്നെയാണ് ആക്സിസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലിപ്പായി വന്ന് അതിനുശേഷം താഴ്ന്ന രീതിയിലാക്കി കൊടുക്കുക. അതിന് കുറച്ചും കൂടി ഡ്യൂറേഷൻ കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് 3:28 ഇഫക്ട്സിനകത്ത് പോയി ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്ത് ആ ഒരു കീ ഫ്രെയിമിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിനകത്ത് പോയിട്ട് നേരത്തെ കൊടുത്ത പോലെ ആദ്യത്തെയും മൂന്നാമത്തെയും നിങ്ങൾ ആ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാൻ ആ പ്ലസ്സേക്ക് ഞെക്കുക. അതിനുശേഷം ഇപ്പോൾ 4:28 അവിടെയും കീ ഫ്രെയിം ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ വീഡിയോയും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോ ഒന്ന് കുറച്ചങ്ങോട്ട് നീക്കിയിട്ട് ആ രണ്ടാമത്തെ വീഡിയോ വരുന്നൊരു ഭാഗം കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഭാഗം മുതൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. സ്പ്ലിറ്റ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ആദ്യത്തെ കീ ഫ്രെയിമിൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത വീഡിയോ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഈ ഒരു ഓപ്ഷൻ ഞെക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്ത് വരുന്നതാണ്. അതിനുശേഷം ഇവിടെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഉള്ള ഈ നടുവിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് മുകളിലോട്ടേക്ക് നീക്കി കൊടുത്ത് കഴിഞ്ഞാൽ ആ ലോഗോ മുകളിലായിട്ട് വരുന്നത് കാണാം. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിനകത്ത് പോയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് സൂം ഔട്ട് ചെയ്ത് കറക്റ്റ് ആ ലോഗോ വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സൂമിങ് ഓപ്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കുക. ഇനി കുറച്ച് ചെറുതായിട്ട് ചെരിഞ്ഞിട്ടാണുള്ളതെങ്കിൽ ആ റൊട്ടേറ്റിൻ്റെ ഓപ്ഷൻ ആക്കിയിട്ട് അവിടെ പ്ലസ് ആക്കി ഞെക്കുക. എന്നിട്ട് ആദ്യത്തെ കീ ഫ്രെയിമിൻ്റെ അവിടെ വന്നിട്ട് അവിടെയും പ്ലസ് ആക്കിയും കൊടുക്കുക. അതിനുശേഷം സാധനത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഒപ്പാസിറ്റി ഫുള്ളാക്കി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ പ്ലേ ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അടിയിലുള്ള ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് അവസാനത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അലൈറ്റ് മോഷൻ എന്നൊരു വാട്ടർമാർക്ക് വരുന്നതാണല്ലോ. അപ്പോൾ അത് നിങ്ങൾ സൈഡിൽ ലെഫ്റ്റിലോ റൈറ്റിലോ ആണ് വരിക. അപ്പോൾ അതിൽ വരാത്ത രീതിയിൽ അലൈൻ ചെയ്ത് വെക്കുക. അപ്പം ലാൻഡ്സ്കേപ്പാണ് മുകളിലത്തെ ഭാഗത്ത്. മുകളിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ കണ്ടിന്യൂ വിത്ത് വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആഡ് കണ്ടിട്ട് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നേരത്തെ ആ ഒരു ഫ്രീസ് ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഓവർലേക്കിൽ ആഡ് ഓവറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോ ആഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ലോഗോ വരുന്ന ഭാഗത്ത് വെച്ചിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്ത് ക്രോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് വാട്ടർമാർക്ക് ഒഴിവാകുന്ന രീതിയിൽ മാത്രം ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. കട്ടൗട്ട് ഓപ്ഷനകത്ത് പോയിട്ട് ക്രോമാക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഗ്രീൻ കളറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇൻറ്റൻസിറ്റി അങ്ങ് ഫുള്ളാക്കി കൊടുക്കുക. എന്നിട്ട് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഷാഡോ അഡ്ജസ്റ്റ് ചെയ്തൊരു അത്യാവശ്യം വരുന്ന രീതിയിലാക്കി കൊടുക്കുക. എന്നിട്ട് എവിടെ നിന്നാണോ ഇത് വരുന്നത് അവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കറക്റ്റ് ആ ഒരു വീഡിയോന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഒപ്പാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ആനിമേഷൻ വരുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ലെയറിൻ്റെ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് ലെയർ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മുകളിലത്തെ മെയിൻ വീഡിയോ ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡ്യൂറേഷനിൽ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ അവിടെ വരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ട്രാൻസിഷൻസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ലോഗോ ഭാഗം ഒഴിവാകുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ആഡ് ചെയ്ത്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ഓവർ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. എന്നിട്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് ഫസ്റ്റിലോട്ടേക്ക് നീക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ടാമത്തെ വീഡിയോൻ്റെ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യുക അടിയിലുള്ളത്. എന്നിട്ടത് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്രീസ് ഓപ്ഷൻ കാണും, അത് ഞെക്കുക. എന്നിട്ട് ഈ ഫസ്റ്റത്തെ വീഡിയോയുടെ ഭാഗം ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫ്രീസ് ചെയ്തത് ആ വീഡിയോന് കറക്റ്റ് വരുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു കാറിൻ്റെ ലോഗോ മാത്രം വരുന്ന രീതിയിൽ കിട്ടുന്നുണ്ടാവും. സോ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ട്രാൻസിഷൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ പൊന്തി വരുന്ന സമയത്ത് ഒരു ബ്ലർ എഫക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നുണ്ടെങ്കിൽ
ജസ്റ്റ് ഒന്ന് ഇഫക്ട്സിനകത്ത് പോയിട്ട് ഇവിടെ ലെൻസ് എന്ന കാറ്റഗറിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ബ്ലർ എഫക്റ്റ് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ വീഡിയോന് കറക്റ്റ് വരുന്ന രീതിയിൽ നിങ്ങൾ സെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം ഒബ്ജക്റ്റിനകത്ത് ഈ ഓവറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് 0 ആക്കി കൊടുക്കുക. എന്നിട്ട് പൊന്തി വരുന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ ഒരു 20ൻ്റെ താഴെയാണ് കൊടുക്കുന്നത്, ഒരു 50. അതിനുശേഷം ആ ഫ്ലിപ്പായി വന്നിട്ട് താവുന്നതിന് മുമ്പ് ഒരു കീ ഫ്രെയിം വിളിക്കുക. അതിനുശേഷം താഴെ വരുന്നൊരു ഭാഗത്ത് വന്നിട്ട് 0 ആക്കി കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവിടെ ഒരു ബ്ലർ എഫക്റ്റും വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ട്രാൻസിഷനും കൂടെ കൊടുക്കാവുന്നതാണ്. ലൈറ്റ് എഫക്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫ്ലഡ് ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലാഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലാഷസ് ഉണ്ട്. മിനിക്കാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കാറിൻ്റെ ലോഗോൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഷാഡോ ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി അടിപൊളിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അലൈറ്റ് മോഷൻ്റെ മോഡ് ആപ്ലിക്കേഷൻ കിട്ടും. സോ അതിനകത്ത് നിങ്ങൾക്ക് അലൈറ്റ് മോഷനകത്ത് തന്നെ മൊത്തത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വാട്ടർമാർക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ അടുത്തുള്ള വീഡിയോസ് ഇവിടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ഇടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.